അടുത്ത നമ്മൾ 12ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫംഗ്ഷൻ y equal to f of x satisfies f of x into sin 2x plus sin x minus 1 plus cos square x, then where f dash x equal to 0 with the condition f of 0 equal to 0, then f of pi by 2 is equal to differential equation എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ജസ്റ്റ് ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ എഴുതാം. f of x sin 2x plus sin x minus 1 plus cos square x f dash x ഈക്വൽ ടു 0 എന്നാണ് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സിന് ഞാൻ y എന്ന് കൊടുക്കുന്നു. അപ്പോൾ y sin 2x പ്ലസ് sin x ദെൻ അപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താ വരുന്നത്? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ദെൻ എന്ത് വരും ഇവിടെ? സൈൻ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു വൈ പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? ഡി വൈ ബൈ ഡി എക്സ് മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇപ്പം ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടിയില്ലേ മക്കളെ? ഇതിപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് വന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കിക്കേ, നമ്മളിനി എന്ത് ചെയ്യാൻ പോകണം? ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് പി ആവും. ഈ ഒരു പോർഷൻ എന്താണ്? നമ്മുടെ ക്യൂ ആണ് അല്ലെ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമുലാക്കി മാറ്റിയല്ലോ. അപ്പോൾ ഇത് പിയും ക്യൂവും നമുക്ക് കിട്ടി. ദെൻ അടുത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ? ഐ എഫ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഐ എഫ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് അല്ലേ? അപ്പം ഇ റേസ് ടു ഇൻ്റഗ്രൽ പി എന്താ മക്കളെ വരുന്നത്? മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? ഇ റൈസ് ടു എൽ എൻ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് കിട്ടും അല്ലേ? നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എഫ് നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാമല്ലോ. സൊല്യൂഷൻ എഴുതുമ്പോൾ എഴുതും y ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് വരും? അതായത് y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ക്യൂവിന് പകരം നമ്മൾ എന്താ എഴുതുന്നത്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എന്താണ്? ഐ എഫ് ഇപ്പോൾ കിട്ടിയത് എന്താണ്? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് അല്ലേ? അപ്പോൾ അതാ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. y ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഒന്നുകൂടെ എഴുതാം. y ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് കോസ് എക്സ് പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ദ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂ നമുക്ക് 0യോട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 ദെൻ വൈ ഈക്വൽ ടു 0 നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? എക്സും വൈയും 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് 0 വരുമ്പോഴത്തേക്കിന് -1 ആണ്. ദെൻ സി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ എത്ര കിട്ടും? സി ഡാഷ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സി ഡാഷിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ റീപ്ലേസ് ചെയ്ത് എഴുതാം. y ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എഫ് ഓഫ് പൈ ബൈ 2, അതായത് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 നമ്മൾ കണ്ടുപിടിക്കണം. എഫ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? പൈ ബൈ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? y ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1 പ്ലസ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ 2. അതെന്താണ്? 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 1 എന്ന് വരും. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? നമുക്ക് y ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? y ഈക്വൽ ടു 1 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 1. ഓക്കെ, ക്ലിയർ?